ഗൈസ് ഇതാണ് ഇന്നലെ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേഴ്സ്. ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചേക്കുന്നത്. കണ്ടില്ലേ, വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുള്ള കോട്ടേഴ്സ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട മലയൊന്നും ഇപ്പോൾ കാണാനേ പറ്റില്ല. മഞ്ഞും കോടയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, ഇവിടുത്തെ കോട്ടേജിൽ ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് പാക്കേജായിട്ട് നമുക്ക് കാന്തല്ലൂരൊക്കെ പോകാൻ പറ്റും. കാന്തല്ലൂർ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ പാക്കേജാണ്. ഇവരുടെ ജീപ്പാണ് കേട്ടോ. കൊള്ളാം. ഞാനിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ചേട്ടനാണ്. കണ്ടില്ലേ, ഇവർക്ക് ഇത് മാത്രമല്ല 4 ജീപ്പുണ്ട്. ഇവിടെ ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാനുള്ള കോട്ടേജും കാര്യങ്ങളാണ്. ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് കാന്തല്ലൂരൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും. ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമുക്കിവിടെ നിന്ന് പോകാനായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ കാന്തല്ലൂർ റോട്ടിൽ ഒന്ന് മുനിയറ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ 3-4 കിലോമീറ്റർ ഉള്ളൂ. മുനിയറ ഉണ്ട്, പിന്നെ ശർക്കര ഫാക്ടറീസൊക്കെ ഉണ്ട്, പിന്നെ ഇരച്ചിപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു 10-16 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ കാന്തല്ലൂർ ടൗണാണ്. ഏത് സമയത്ത്, പകൽ സമയത്ത് മറ്റ് പല സ്ഥലങ്ങളിലും വെയിലായപ്പോലും കാന്തല്ലൂർ നല്ല തണുപ്പെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ചേട്ടൻ പറയുന്നത് വട്ടവടേക്കാളും തണുപ്പാണ് കാന്തല്ലൂർ എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഇതിപ്പോൾ അതിരാവിലെ ഇപ്പോൾ 8 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ റോഡിലൊക്കെ നല്ല മിസ്റ്റ് കാണാം. അപ്പോൾ പിന്നെ ഞാൻ നേരെ പാക്ക് ചെയ്തൊരു 10-15-20 മിനിറ്റിന് അത് ഇവിടെ തന്നെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. കണ്ടില്ല, മയിലൊക്കെ ഇതാ പോകുന്നുണ്ട്. മയിലൊക്കെ നമ്മളെ കണ്ടിട്ട് ഇതാ ഓടുന്നുണ്ട്. മയിൽ കാണിച്ചു തരാം. വെയിറ്റ് മയിലുകളൊക്കെ കണ്ടില്ലേ, ഇവിടെ മയിലുകളൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ കോട്ടേജ്. സ്നേഹ കോട്ടേജ് എന്നാണ് കേട്ടോ പേര്. ഇവിടുത്തെ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചേട്ടൻ്റെ പേര് സബിൻ എന്നാണ്. മറയൂർ സ്നേഹ റോയൽ കോട്ടേജ് എന്നാണ് കേട്ടോ ഇവരുടെ പേര്. കൊള്ളാം കേസ്. എന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ നല്ല വാമായിട്ട് വെൽക്കം ചെയ്തതാണ്. അല്ലാതെ ഞാനിവിടെ പാക്കേജ് എടുത്തൊന്നും അല്ല സ്റ്റേ ചെയ്യുന്നത്. നമ്മളിവിടെ സുഹൃത്തിൻ്റെ പരിചയത്തിൽ ഇവിടെ വന്നതാണ്. അങ്ങനെ പുള്ളിക്കാരനെ പരിചയപ്പെട്ട് അങ്ങനെ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞാണ്. ഞാൻ എൻ്റെ റൂഫിലാണ് ടെൻ്റ് അടിച്ചേക്കണത്. അതുപോലെ തന്നെ രാവിലെ ഇവർ വന്ന സമയത്തൊക്കെ എനിക്ക് കാപ്പിയൊക്കെ ഇട്ട് തന്നു. നല്ല സ്നേഹമുള്ള ചേട്ടനാണ്. നല്ല മനുഷ്യനാണ് കേട്ടോ. നല്ല സഹകരണം. ഇതുപോലെ വരുന്ന ആൾക്കാർ, ദൂരം നിന്നൊക്കെ വരുന്ന ഗസ്റ്റിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ഞാൻ എന്തായാലും മറയൂരിൽ നിന്ന് കാന്തല്ലൂർ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:40 ആയിട്ടുണ്ട്. കണ്ടില്ല, മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വെയിലുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ നല്ല വെയിലായിരുന്നു. ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ കാലാവസ്ഥയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ റെയിൻ കോട്ടൊന്നും എടുത്തിട്ടില്ല. ഒരു ജാക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങണേ. നേരെ കാന്തല്ലൂരേക്ക് പോവാണ്. ഗൈസ്, ഇവിടെ ഇപ്പോൾ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം മുനിയറയിൽ കയറുന്നില്ല എന്ന് കരുതി കാന്തല്ലൂർ പോയിട്ട് തിരിച്ച് വരുന്ന വഴി മുനിയറ കയറാം. കാന്തല്ലൂരിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഉണ്ടോ, കണ്ടില്ലേ, ഇവിടെ ഫുള്ള് മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ റെയിൻ കോട്ടും എടുത്തിട്ടില്ലേ. എന്ത് കൽപ്പിച്ച് ആണ് ഞാൻ ഇറങ്ങിയെന്നിരിക്കുന്നത് അറിഞ്ഞത്. കണ്ടില്ലേ, എന്തും കൽപ്പിച്ച് ഞാനങ്ങ് ഇറങ്ങി. റെയിൻ കോട്ടും ഇല്ല, ഒരു തേങ്ങയും ഇല്ലാതെ ഒരു ജാക്കറ്റ് മാത്രം നനയുന്നുണ്ട് ഞാൻ. ഗൈസ്, ഞാനൊരു 2-2.5 കിലോമീറ്ററോളം യാത്ര തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് അത്രയും നല്ല മഴയാണ്. അപ്പോൾ ഞാനൊന്ന് കരുതി കോവിൽ കടവിലേക്ക് തിരിച്ച് വന്നിട്ട് ഒരു റെയിൻ കവറും കൂടെ വാങ്ങിച്ചിട്ട്, റെയിൻ കോട്ടും കൂടെ വാങ്ങിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് പോകാൻ കരുതി. കാരണം അങ്ങോട്ടേക്ക് പിന്നെ കടകളൊന്നും ഉണ്ടാവില്ല കാന്തല്ലൂരിലേക്കുള്ള റൂട്ടിൽ. സോ ഞാനിപ്പോൾ തിരിച്ചിതാ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോയിൽ കടവിൽ പോയിട്ട് 100 രൂപ എടുത്തിട്ട് റെയിൻ കവറും കൂടെ വാങ്ങിച്ചിട്ട് ഇതാ ഇപ്പോൾ തിരിച്ചിതാ കാന്തല്ലൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് റെയിൻ കോട്ട് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല കൊടും തണുപ്പായിരിക്കും. റോഡ് പോലും കാണാത്ത രീതിയിലുള്ള തണുപ്പും കോടമഞ്ഞൊക്കെ ഉണ്ട്. നല്ല തണുപ്പായിരിക്കും. നനഞ്ഞ് കുതിർന്ന് നമുക്കങ്ങ് എത്തുമ്പോഴത്തേക്ക് ഒരു വഴിയാവും. കാന്തല്ലൂരിലേക്കുള്ള റോഡിലെ മഞ്ഞാണ്. അപ്പോൾ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് വീഴ്ച എന്നൊക്കെ ഇവർ പറയുന്നത് ഈ മഞ്ഞ് പെയ്യുന്നതിനാണ് കേട്ടോ. കണ്ടോ, ഒന്നിനെ കണ്ടോ, ഒന്ന് കാണാൻ വയ്യ അപ്പുറത്തൊന്നും. ക്യാമറ എങ്ങനെ തമിഴാ? ഞാൻ ട്രിവാൻഡ്രം, തിരുവനന്തപുരം വന്നിരിക്കയാ. எங்க ஸ்கூல் ஸ்கூலு മറയൂർ പോണമാ. നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ കാടിൻ്റെ. നല്ല മഞ്ഞും മഴയും കണ്ടില്ലേ, നല്ല സൂപ്പർ വൈബ്. ഇവരുടെയൊക്കെ ലൈഫ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴയാണെങ്കിൽ അവരുടെ ലൈഫ് ഇങ്ങനെയാണ്. ജീപ്പിൽ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ്. ജാക്കറ്റൊക്കെ ഇട്ട് റെയിൻ കോട്ടൊക്കെ ഇട്ട് അങ്ങനെയാണ് പോക്ക്. ക്യാമറയുടെ ലെൻസിൽ അത്രയും വെള്ളം വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മങ്ങൽ ഫീൽ ചെയ്യുന്നത്. അത് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴി ഉണ്ടാവും. അവിടെ നിന്നാണ് നമുക്ക് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയുള്ളത്. കണ്ടില്ല ഗൈസ്,
കാന്തല്ലൂർ പോകുന്ന വഴിക്ക് ഇരച്ചിപ്പാറ വാട്ടർഫോൾസിലേക്കുള്ള വഴിയാണ്. ഈ ഇരച്ചിപ്പാറ വാട്ടർഫോൾസ് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? അടുത്താണോ? 1 കിലോമീറ്റർ. ഇവിടെ നിന്ന് വീണ്ടും കാന്തല്ലൂർ നമുക്ക് പോകണമെങ്കിൽ വന്നിട്ട് മെയിൻ റോഡ് വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. കോഴിക്കോട് അല്ല, ഇവിടെ ചെന്നിട്ട് ഈ മേള ചെക്ക് പോസ്റ്റ് ചെന്നിട്ട് പോയാൽ പോരെ? ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ നടക്കണമല്ലേ എന്നും? ഓക്കെ, ഒരു ഹായ് പറയോ? യൂട്യൂബ് ചാനലാണ്. ഓക്കെ, എക്സോട്ടിക് ബീസ്റ്റ് മറക്കൂലല്ലോ. റേഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കിക്കോ. EXOTIC എക്സോട്ടിക് ബീസ്റ്റ്. പേരെന്താണ്? ഓക്കെ, താങ്ക് യു. ഇരച്ചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തികച്ചും ഒരു ഓഫ് റോഡ് തന്നെയാണ്. കണ്ടില്ലേ? ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡിട്ട് അറിയാത്തതുകൊണ്ട് ഓഫ് റോഡായി കിടക്കുന്നതാണ്. പക്ഷെ ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം കേട്ടോ. പക്ഷെ ഭയങ്കര ടാസ്ക്കാണ് ഇങ്ങോട്ടൊക്കെ വരുന്നതൊക്കെ. ഇത് കംപ്ലീറ്റ് റോഡ് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കണത്. പക്ഷേ നമുക്ക് ഈ പല സൈഡിലോട്ടുള്ള കാഴ്ച ഉണ്ടോ? എന്ത് മനോഹരമാണെന്നറിയാം ഈ കാഴ്ചകൾ. ഈ സമയത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ കാന്തല്ലൂരിലേക്ക് ചെല്ലും. ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്ററിന് മേലെ ഉണ്ട്. അപ്പോൾ കാന്തല്ലൂരിലാണെങ്കിൽ ഏത് സമയത്തും നല്ല തണുപ്പാണെന്ന് പറഞ്ഞു. നമ്മളെ വട്ടവടയേക്കാളുമൊക്കെ തണുപ്പാണ് കാന്തല്ലൂർ എന്നാണ് പറയുന്നത്. മൂന്നാറിലെ കുറച്ച് ഹൈ റേഞ്ച് ഏരിയയും പിന്നെ ഈ കാന്തല്ലൂരിലെ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മൂന്നാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളെന്നാണ് പറയുന്നത്. കണ്ടോ, ഇതാണ് ഇരച്ചിപ്പാറ വാട്ടർഫോൾസ്. കണ്ടോ, ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഗൈസ്, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇതുപോലെ റെയിൻ കവറൊക്കെ ഇട്ടേക്കണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരച്ചിപ്പാറ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. വെള്ളം താരതമ്യേന ഇപ്പോൾ കുറവാണ് കേട്ടോ. മറ്റൊരു കാഴ്ച കൂടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം കണ്ടില്ലേ? അവിടെ നിന്നൊക്കെ കുത്തി വലിച്ച് വരുന്ന കാഴ്ചയാണ്. അവിടെയൊക്കെ ഏതൊക്കെയോ ബിൽഡിങ്ങൊക്കെ ഇരിപ്പുണ്ട്. ആൾത്താമസമുള്ള സ്ഥലമാണോ ഇല്ലതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല മഞ്ഞുള്ള നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഗൈസ്, കാന്തല്ലൂർ പോകുന്ന വഴിക്കുള്ള ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസാണ് കേട്ടോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിന്ന് കുളിക്കുക, ഒരു കുഴപ്പമില്ല, സേഫാണ്. തൊട്ട് താഴെയും വലിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഒഴുകുന്നുണ്ട്. കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതൊക്കെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ്. ഇവിടെ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ KSRTC പാക്കേജ് എടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതുപോലെ ബൈക്കിനും പ്രൈവറ്റ് വെഹിക്കിൾസിനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ കല്ലൊക്കെ ഉള്ള നമ്മൾ വന്ന റോഡ് കണ്ടില്ലേ, കുറച്ച് മോശമാണ്. ഈ റോഡും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. കോവിൽക്കടവിലേക്കുള്ള വഴിയാണിത്, ഇങ്ങോട്ട് കാന്തല്ലൂരിലേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ കാന്തല്ലൂർ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം കയറിയിട്ട് അവിടെ നിന്നാണ് ഓഫ് റോഡ് കയറി വന്നത്. അതിനേക്കാളും എളുപ്പം നമ്മൾ വന്ന കോവിൽക്കടവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഇവിടേക്ക് 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തിരിച്ചങ്ങനെ പോയിട്ട് കാന്തല്ലൂർ പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം മാത്രമല്ല നല്ല റോഡും. പറഞ്ഞോ, ഇനി പറഞ്ഞോ. കുറച്ചുകൂടി ക്യാമറ ഇങ്ങോട്ടാക്കിയാൽ വ്യൂ ഇത്തിരി കൂടി ഭംഗി. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പോട്ടെ ചേച്ചി, ഹായ് പറയൂ. ഗൈസ്, ഇവിടെ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ടൊരു ഫാമിലിയാണ്. ഹായ്, എല്ലാവരും ഹായ് പറയോ. പേരെന്താ? പേര് ബിജു. എവിടെ സ്ഥലം? എവിടെയാണ്? എറണാകുളത്തല്ലേ? തൃപ്പൂണിത്തുറ. ഓക്കെ. എല്ലാവരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യല്ലോ അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് മൂന്നാറിലെ? 10-30 വർഷമായിട്ട് വന്നെങ്കിലും ഈ ഒരു സ്ഥലം ആദ്യമായിട്ട് ഇപ്പോൾ കാണുന്നത് ആണല്ലേ? നല്ല ഭംഗിയല്ലേ? അടിപൊളി. ഓഫ് റോഡൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ, ബൈ. ഇപ്പോൾ ഗൈസ്, ഞാൻ ടൈം ലൂപ്പിനകത്ത് വെട്ടിരിക്കുകയാണ് ഗൈസ്. ഈ കോവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് വരുന്നത്. ഒരു തവണ വീണ്ടും പോയിട്ട് 2ാമത് റെയിൻകോട്ട് വാങ്ങിക്കാൻ വന്നു. ഇപ്പോൾ വീണ്ടും ഇരച്ചിപ്പാറ വാട്ടർഫോൾസ് പോയിട്ട് തിരിച്ചതാ ഇവിടേക്ക് വന്നു. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വെറുതെ കിടന്ന് ചുറ്റി. മഴയായതുകൊണ്ട് ഗൂഗിൾ മാപ്പൊന്നും ഇങ്ങനെ ഇട്ടല്ല ഞാൻ വന്നത്. അങ്ങോട്ട് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ എളുപ്പം എത്തായിരുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ ഇനിയും ഒരു 10-14 കിലോമീറ്റർ ഉണ്ട് കാന്തല്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോണേ. ഗായ്സ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെ ഒന്നും എനിക്ക് മഞ്ഞ് കാണാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു പ്രശ്നം ഇപ്പം പരിഹരിച്ചു. കാന്തല്ലൂരിലേക്കുള്ള റൂട്ട് കയറിയപ്പോൾ തൊട്ട് നല്ല കോടമഞ്ഞാകട്ടെ. ഇവിടെ നല്ല പകൽ സമയത്ത് രാവിലെ ഉച്ചയ്ക്കൊക്കെ ഫുള്ള് ഇവിടെ നല്ല അടിപൊളി മഞ്ഞും നല്ല കോടമഞ്ഞക്കിനെ റോഡിലേക്ക് ഇറങ്ങി നല്ലൊരു കാഴ്ചയാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. വഴിക്ക് വെച്ച് നമ്മളിതാ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം കണ്ടെത്തി. അവിടെ ശർക്കരയുടെ റേറ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് 80 രൂപ മറയൂർ ശർക്കര. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആൾക്കാരും കാണുന്നില്ല.
നിങ്ങളുടെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടോ? ചുറ്റും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അമ്മാതിരി കോടമഞ്ഞാണ് കേട്ടോ. പകൽ സമയത്തെ കാഴ്ചയാണ്, രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഇതിനകത്ത് ആൾക്കാർ കാണുന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ പണിക്ക് ആൾക്കാരും വന്നിട്ടുണ്ടാവില്ല. കണ്ടില്ലേ, ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പാത്രം അതിനകത്ത് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങ് ആരുമില്ല. കണ്ടോ, ഇതാണ് അതിൻ്റെ മെഷീനും കരിമ്പിൻ ജ്യൂസൊക്കെ എടുക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആ റോഡ് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ, എൻ്റെ ചുറ്റും കണ്ടോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ നിൽക്കുന്ന മൊത്തം കോടമഞ്ഞിൻ്റെ അകത്താണ്, ഉള്ളിലാണ്. രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഫുള്ളൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, വഴിയിൽ വണ്ടികളൊക്കെ കണ്ടില്ലേ, കണ്ടോ. ഓ അടിപൊളി. ഇന്നത്തെ ദിവസം എന്തായാലും ഇനി വെയിലൊന്നും വരാൻ പോകുന്നില്ല. ഫുൾ ടൈം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് തന്നെ ആയിരിക്കും. ഇതാ ഇപ്പോൾ ചെറുതായിട്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി, മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ സൈഡിലെവിടെയെങ്കിലും ഒതുക്കിയിട്ട് കോട്ടെടുത്തിടണം. വെള്ളയ്ക്ക് പോകുന്നതോറും മഞ്ഞുണ്ടോ? മഴയുണ്ടാവും ഇതുപോലെ മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ടാവോ? കോട്ടെടുത്തിട്ടേക്കാം. കോളേജാ ഹായ് പറയൂ ക്യാമറ. ഇവിടെ പേരെന്താ നിങ്ങളുടെ? ശ്രീദേവി. ഇവിടെ ഹായ്. പേര്? എന്റെ പേര് ഭവാനി. ഭവാനി. തമിഴാ? ഇല്ല, തമിഴ്. മലയാളം പറയില്ലേ? മലയാളം സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ പറയണതല്ലേ മലയാളത്തിലാ പറയണോ? മലയാളം സംസാരിക്കും. മഹാലക്ഷ്മി. മഹാലക്ഷ്മി. ഓക്കെ. ഇവിടെ ഒത്തിരി ഇതുണ്ടോ? ഒത്തിരി ആൾക്കാർ പിള്ളേർ പഠിക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് പിള്ളേർ. എന്നുവെച്ചാൽ ഉദ്ദേശം എത്ര വരും? 250. കാന്തല്ലൂരിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന കോളേജിന്റെ മുമ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഒക്കെ ഇതിന്റെ തൊട്ട് മുമ്പിൽ തന്നെ കാണുന്നുണ്ട്. മഞ്ഞായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കാണുന്നില്ല എന്നുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു 100 മീറ്റർ പോലും ഇല്ല. അപ്പോൾ അവിടേക്കാണ് ഞാനിതാ പോകാൻ വേണ്ടി പോണത് കേട്ടോ. എന്താ ഇത്, വേറെ ഏതോ നാട്ടിലെത്തിയ ഒരു തോന്നുന്നുണ്ട് ഗൈസ് എനിക്ക്. ഞാൻ ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് നോക്കട്ടെ. ശർക്കര ഉണ്ടാക്കുന്നത് അവിടെയാണോ? വീഡിയോ എടുക്കാൻ പറ്റുമോ? വീഡിയോ എടുക്കാം. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഫുൾ കോടമഞ്ഞാണ്, കണ്ടില്ലേ. റോഡിൽ വണ്ടികൾ വരുമ്പോൾ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ടൈപ്പിലുള്ള കോടമഞ്ഞാണ്, കണ്ടില്ലേ. ഈ തൊട്ട് മുന്നിൽ കാണുന്നതാണ് കോളേജ്. എഞ്ചിനീയറിംഗ് ഇല്ല, ICRDയുടെ കോളേജാണ് കാന്തല്ലൂർ. കണ്ടില്ല, അവിടെ ഞാൻ നിന്ന സമയത്തൊക്കെ എനിക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. കേട്ടോ, ഫുൾ മഞ്ഞ്. ഇവിടെ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്താ, ഇവിടെ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കണ്ടു ഓസിലേറിയും കണ്ടു. കണ്ടു. ഇത് ഇവിടെ നിന്നാണ് കേട്ടോ കരിമ്പൊക്കെ ഇവർ ജ്യൂസാക്കി എക്സ്ട്രാക്ട് ചെയ്ത് വിടുന്നത്. ഇതിൻ്റെ കൂടെ എന്തായാലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ അകത്ത് ഫിൽട്രേഷൻ എന്തായാലും നടക്കും. മിഷൻ ചൂടാതിരിക്കാൻ വേണ്ടി വെള്ളം അങ്ങോട്ട് പോകും. ഓക്കെ. അങ്ങനെ മിഷൻ ചൂടാതിരിക്കാൻ വേണ്ടി വെള്ളം കൂടെ ചേർത്താണ് മിഷനകത്തൂടെ പോകുന്നത് അല്ലേ? ഓക്കെ. മോട്ടർ വഴി കൂടിയാ വെള്ളം അങ്ങോട്ട് പോകും. മോട്ടറിൽ കൂടെ അങ്ങോട്ട് പോകും. ഓക്കെ, ജ്യൂസ് അങ്ങോട്ട് പോകും. ശരി. താങ്ക് യു ഏട്ടാ. കണ്ടില്ല ഗൈസ്, ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസ് അവർ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് കണ്ട കരിമ്പിൻ ജ്യൂസ് ഇതൊരു ഓസ് വഴി അകത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ. കണ്ടില്ലേ, ഓസ് വഴി ഇതിനകത്തേക്കാണ് കരിമ്പിൻ ജ്യൂസ് പോകുന്നത്. അതിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുമോ? ഇതുവഴിയാണോ? ഇതുവഴി ഓസ് വഴി ഇങ്ങോട്ടേക്ക് എടുക്കും കേട്ടോ. ഇത് പഴയതാണോ? ഉരുക്കി വെച്ചതാണ്. ചൂടുണ്ടോ? അപ്പം ചൂടില്ല. ഓക്കെ. ഇപ്പോൾ വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ. ശർക്കരയൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ശർക്കരകളുടെ പൊടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ജ്യൂസ് അപ്പുറത്ത് അടിക്കുന്ന കണ്ടില്ല? അപ്പോൾ ആ ജ്യൂസ് ഓസ് വഴി പമ്പ് ചെയ്ത് ആ പാത്രത്തിൽ കൊണ്ട് സ്റ്റോക്കാവും, ആ മേലിരിക്കുന്ന. അപ്പോൾ അതിനകത്തുനിന്ന് ഈ പറയുന്ന വലിയ പാത്രത്തിൽ ഇതിന് കൊപ്ര എന്ന് പറയുന്നത്, ആ കൊപ്രയിലേക്ക് വിട്ട് 3.5 മണിക്കൂർ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് പായസം പോലെ കുറുകി വരുമ്പോൾ നമ്മൾ ഇതെടുത്ത് വെള്ളത്തിൽ വെച്ച് നോക്കും, പാകം നോക്കിയിട്ട് വാൽവ് തുറന്ന് ഈ പാത്തി വഴി ഇതിനകത്ത് പാവ് വന്ന് വീഴുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഇരിക്കുന്ന അരിപ്പ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്? അല്ല, ചൂടോടുകൂടി തന്നെ വരും. 140 ഡിഗ്രി ചൂടിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആ അരിപ്പ നമ്മൾ ഇവിടെ വെച്ച് അരിക്കും. അപ്പോൾ നമ്മുടെ ശർക്കരയ്ക്കകത്ത് ഒരു 99% വേസ്റ്റ് കാണത്തില്ല. ഇതിനകത്ത് വന്ന് 1/2 മണിക്കൂർ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ ലിക്വിഡായിട്ട് വന്ന സാധനം കട്ടിയായി വരും. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കട്ടിയായിട്ട് വരും. കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ കൈക്ക് ഉരുട്ടി വെക്കുകയാണ്. അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ നമ്മൾ ഓരോ ഉരുള വെക്കുമ്പോഴും വെള്ളത്തിൽ കൈ മുക്കി ആ ഷേപ്പാക്കി നമുക്ക് ഏത് വേണ്ട ഷേപ്പിനാക്കി ഷേപ്പാക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കിടന്നു കഴിയുമ്പോൾ തണുക്കും. തണുത്ത് കഴിയുമ്പോൾ പായ്ക്കുക. ഓക്കെ.
എത്ര കാലം വരെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും? ഒരു 4 മണിക്കൂർ അല്ല ഒരു തവണ 4 മാസം പുറത്തിരിക്കും. ഓക്കെ, അത് കൂടുതൽ വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ചേക്കാം അല്ലേ? ഇത് വേറെ എന്തൊക്കെ സാധനങ്ങളായിട്ട് ഇവിടെ ഉള്ളത്? തേനെല്ലിക്ക ഉണ്ട്, 1 കിലോ 100 രൂപ ഉള്ളൂ. ഓക്കെ, ചോക്ലേറ്റ് ഉണ്ട്, കാട്ടുതേനുണ്ട്, പുൽത്തൈലമുണ്ട്. എല്ലാം കാട്ടിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന അരയ്ക്കുന്നതാണ്. പിന്നെ കരിപ്പെട്ടിയുണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, നല്ല വെളിച്ചെണ്ണയുണ്ട്. സ്ഥലം കൂടെ അടുത്ത് തന്നെ. തേയിലപ്പൊടികളെല്ലാം ഉണ്ട്. പിന്നെ ചുക്ക് ശർക്കരയുടെ പൊടിയുണ്ട്, സാധാ ശർക്കരയുടെ പൊടിയുണ്ട്, ശർക്കര പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട്, തേയിലകളെല്ലാം വിൽക്കുന്നുണ്ട്. അതായത് മാർക്കറ്റിൽ മറ്റുള്ള ഷോപ്പുകളിലെ അപേക്ഷിച്ച് നമ്മുടെ ഷോപ്പുകളിൽ ഒരു 10 രൂപ കുറവാണ്. എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, വളരെ ഉപകാരം ചേട്ടാ, താങ്ക് യു ചേട്ടാ. ഇപ്പം നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കണ്ടു. ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ നേരെ പോകുന്നത് കാന്തല്ലൂർ ഗ്രാമത്തിലേക്കാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി കാന്തല്ലൂർ ഗ്രാമക്കാഴ്ചകളും കൂടെ കണ്ടിട്ട് അവിടുത്തെ വൈബൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണ് അവിടുത്തെ കാഴ്ചകളൊക്കെ? പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഗ്രാമമാണ്. ഇതുപോലെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ഏത് സമയത്തും ഇവിടെ വെയിൽ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ആൾക്കാർ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞത്. ഞാൻ ലൈറ്റ് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എതിരെ പറഞ്ഞവർക്ക് കാണാൻ പറ്റില്ല. ഗൈസ്, ഗോപ്രോ എന്ന് പറയുന്ന സാധനം ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിഷ്വൽസ് ഒന്നും കാണാനും പകർത്താനും ഒന്നും പറ്റില്ലായിരുന്നു. ഗൈസ്, കാണാൻ പറ്റുമായിരിക്കും, പകർത്താൻ പറ്റില്ല. അതായത് ഫുള്ള് മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഗോപ്രോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വിഷ്വൽ നിങ്ങൾ കാണുന്നത്. ഗൈസ്, കണ്ടില്ലേ? ഒരു അമ്മാതി വൈബാണ്, ഭയങ്കര ഫീലാണ് കേട്ടോ. ഇത് എത്ര പറഞ്ഞറിയിച്ചാലും എനിക്കത് മതി വരില്ല. അതാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സങ്കല്പിച്ച് നോക്കും, ഇതൊക്കെ നാട്ടിൻപുറങ്ങൾ മാത്രമല്ല, ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. എല്ലാ ആൾക്കാരും താമസിക്കുന്ന ഈ ജീപ്പ് ഡ്രൈവേഴ്സൊക്കെ ഒരുപാടുള്ള അവരുടെ വരുമാനം ഇതാണ്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്നവർക്ക് പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? 10:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, കണ്ടില്ലേ? ഇത് കാഴ്ച നോക്ക് ഗൈസ്, ഇത് ഫുള്ള് നോക്ക്, ഒന്നും കാണാനില്ല. റോഡിൻ്റെ അപ്പുറം ഒന്നും കാണാനില്ല എനിക്ക്. ഇനിയൊരു 5-6 കിലോമീറ്ററോളം പോകാനുണ്ട് കാന്തല്ലൂരിലേക്ക്. ഹായ്. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. കാരണം അവർക്ക് വെയിലെന്ന് പറഞ്ഞ സാധനം തന്നെ കുറവാണ്, വളരെ കുറവാണെന്നാണ് പറയണത്. ഫുൾ ടൈം ഒരു മഴയൊക്കെ, നല്ലൊരു മഴയൊക്കെ ഇവിടെ നിന്ന് പെയ്ത് കഴിഞ്ഞുള്ളൊരു കാര്യമാണ്. ഇതിപ്പം മഴയെന്ന് പറയുന്ന സാധനമല്ല, ഇതിപ്പം മഞ്ഞാണ്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞുള്ള കാര്യമാണ്. കോടമഞ്ഞൊക്കെ ഇറങ്ങി ഇവിടെ ഫുള്ള് മൂടിക്കെട്ടി ഒരു വണ്ടി അപ്പുറത്തേക്ക് പോകാൻ പോലും സമയമെടുക്കും. ഇതാണല്ലേ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ, കാന്തല്ലൂർ ജംഗ്ഷൻ താഴെയാണല്ലേ. ഇതതിൻ്റെ കുറച്ചുകൂടെ മേളിലാണ്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആപ്പിൾ തോട്ടം, ഇവിടെ നിന്ന് മുകളിലോട്ട് ആപ്പിൾ തോട്ടം അല്ലേ? മുകളിലേക്കാണെങ്കിൽ ആപ്പിൾ തോട്ടം, ഇവിടെ താഴേക്കാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഫാം അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു. ഞാൻ പോയിട്ട് വരാം. ഇതാണ് കാന്തല്ലൂരിലെ ടോപ്പ് പോയിന്റ്, കേരളത്തിലെ കാന്തല്ലൂരിൻ്റെ അറ്റത്ത്. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ വട്ടവട പോകാനുള്ള വഴിയും ഉണ്ട്, പക്ഷേ ചെക്ക് പോസ്റ്റ് അവർ കടത്തി വിടില്ല. നോക്കട്ടെ അതുവഴി ഇവിടെ വരെ പോകുന്ന പറ്റുമെന്ന് നോക്കാം. കാന്തല്ലൂരിലെ ഗ്രാമക്കാഴ്ചകളാണ് കേട്ടോ. ഇവിടെയൊക്കെയാണ് ഫുൾ ടൈം ഈ മഞ്ഞും ഇതുപോലെ മഞ്ഞ് പെയ്ത് ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ടൈം ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. വെയിലെന്ന് പറയുന്ന സാധനം വളരെ വളരെ കുറവാണ്. നല്ല ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതുപോലെ വന്നിട്ട് 1-2 ദിവസം വേണമെങ്കിൽ നിന്നിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ താമസിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസത്. എന്ന് വെച്ചാൽ ഭയങ്കര ഇവർക്ക് കാണില്ലേ, തുണി നനച്ചിട്ട് ഉണങ്ങിയെടുക്കാൻ പാടാണ്. കണ്ടില്ലേ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരുപാട്. പിന്നെ പുറത്തിറങ്ങണമെങ്കിൽ ഏത് സമയത്ത് അവർക്ക് പ്രൈവറ്റായിട്ടുള്ള അവരുടെ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ. പിന്നെ കാന്തല്ലൂർ വരെ ബസ്സുണ്ട്. കണ്ടില്ല, ഇവിടെയും പശുക്കളുടെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതരം ജീവികളും, എന്താ ആടും ആട്ടിക്കുട്ടികളും കണ്ടില്ല, ആട്ടിൻകുട്ടികളൊക്കെ ഇവിടെ ജീവിക്കുന്നതാണ്. ഫുൾ ടൈം നനഞ്ഞ് കുതിർന്നൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവർ നിൽക്കുന്നത്. മൃഗങ്ങളുടെ കാര്യവും കഷ്ടമാണ്. എന്താ പിന്നെ ഇവിടെ ആപ്പിൾ തോട്ടം ഉണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ആപ്പിളും പിന്നെ ഫ്രൂട്ട്സ്, അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ്, ഈ ക്യാരറ്റ്,
സ്ട്രോബെറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ വക കാഴ്ചകളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും കണ്ടിരിക്കുന്നത്. ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ തണുപ്പും മഞ്ഞുമൊക്കെ ഇങ്ങനെ പെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് തണുപ്പ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത കൊടുന്ന തണുപ്പൊന്നുമല്ല, ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിനുള്ള തണുപ്പൊക്കെ ഉള്ളൂ. എന്തായാലും ഇവിടെ ഒരു വണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റോഡുള്ളൂ, താഴെ സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് വട്ടവടയിൽ നിന്നും 2 റോഡ് തിരിയുന്നുണ്ട്. അവിടെ നിന്ന് ഒരു റോഡ് ഞാൻ താഴേക്ക് വന്നതാണ്. അവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് സ്ഥലമുണ്ട്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പസ്റ്റ് പോയിൻറ്റ് കാന്തല്ലൂർ. സോറി, വട്ടവടയെന്നാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, കാന്തല്ലൂരാണ് കേട്ടോ. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വന്ന ആക്ടിവിറ്റീസൊക്കെ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷേ ഒരു തവണ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ വന്നു, ഇനി എപ്പോഴാണ് എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാ കാഴ്ചകളും ഇതുപോലെ കണ്ടു പോകുന്നതാണ് നല്ലത്. ഈ താഴെ അറ്റത്ത് ഇനി എന്താണ് സാധനം കാണാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ട്രോബെറി ഫാം എങ്ങോട്ടാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്താ ഇങ്ങ് നടക്കുകയാണ് ഈ കാടിനകത്തൂടെ. കേസ് കണ്ടില്ലേ, കാന്തല്ലൂരിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റ് പോർഷനിലാണ്. പണ്ടിവിടെ സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല, ഫാമായിട്ടൊന്നുമില്ല. കണ്ടില്ലേ, ഇവിടെ ഒരു റിസോർട്ടാണ്, ഏറ്റവും ഒറ്റത്താണ്. ഇവിടെ എന്താ ഓഫ് റോഡാണ്. കണ്ടില്ലേ, കാറൊക്കെ വരും, കാറും ജീപ്പൊക്കെ വരും. എൻ്റെ ബൈക്കൊക്കെ കയറും. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് വന്നതേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കാടാണ്, ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ കയറിയ സ്ഥലത്തൊക്കെ കറണ്ട് ഉള്ളതായിരുന്നു. അവിടെ ടച്ച് ചെയ്യാതെ ഞാൻ കയറിയത്. കുറച്ച് റിസ്ക്കാണ്. ഇതിൻ്റെ താഴേക്ക് ഫുള്ള് കോടമഞ്ഞാണ്, ഫുൾ കാടാണ്. പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ഇനി വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല. ലാസ്റ്റ് പോയിൻ്റാണ് ഇവിടെയുള്ള റിസോർട്ടാണിത്, ചീനി ഫീൽ റിസോർട്ട്. കണ്ടില്ലേ, ഈ വ്യൂ ഉണ്ടോ, അടിപൊളിയാണ് ഗൈസ്. ഗൈസ് സമയം കഴിഞ്ഞു പറഞ്ഞാൽ കോടമഞ്ഞ് ഇങ്ങോട്ട് മേളിലേക്ക് കയറി വരാണ് കേട്ടോ. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടില്ലേ, ഇനി അധികാരം നേരെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നനയും. ഇപ്പോഴേ നനഞ്ഞു. താഴെ 2 പേര് നിൽക്കുന്നുണ്ട്. ഗസ്റ്റാണോ, ഇവിടെ വന്നാണോ? എവിടുന്നാ പറഞ്ഞേ? മലപ്പുറത്തിനല്ല, മലപ്പുറത്ത് നിന്നുള്ള കുറച്ച് പിള്ളേരാണ്. അവർ കണ്ടില്ലേ വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് ചോദിച്ചതാണ്. കണ്ടില്ലേ, ഞാൻ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എക്സോട്ടിക് ബീസ്റ്റ് കേട്ടോ, മറക്കരുതേ. ഓക്കെ, പോവാ, ബൈ. ഇതൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന കാടാട്ടോ. താഴേക്കൊക്കെ ഇളക്കി കയറിക്കൊണ്ടിരിക്കുക. കിതയ്ക്കുന്നുണ്ട് തണുപ്പ് പറഞ്ഞ. താഴത്തെ ജംഗ്ഷനിൽ നിന്ന് ഞാൻ നേരെ ഇപ്പോൾ മേളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ വരെയാണ് ലാസ്റ്റ് റോഡുള്ളത്. ഇവിടെ തന്നെയാണ് ചെക്ക് പോസ്റ്റും ഉള്ളത്. ആനമുടിച്ചോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ചേട്ടാ, ഇനി അങ്ങോട്ട് വഴിയുണ്ടോ? അങ്ങോട്ട് എന്താ ഉള്ളത്? ഓക്കെ ഓക്കെ, ജസ്റ്റ് എന്താ കണ്ടിട്ട് വരാം. കേട്ടില്ലേ, ഇത് ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ അങ്ങോട്ടേക്ക് വഴിയൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ വാച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് മുന്നിലുള്ളത്. ഗൈസ്, ഇതൊക്കെ ആനമുടിച്ചോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊന്നും കാണാനൊന്നുമില്ല. ഞാൻ നേരെ കയറി നിന്നിട്ട് ഇവിടെ നിന്ന് ആരും കാണാനൊന്നുമില്ല. നല്ലൊരു വൈബുള്ള പ്ലേസാണ്. അങ്ങോട്ട് കാടാണ് കേട്ടോ, അതിനങ്ങോട്ട് കയറ്റി വിടാനും പറ്റില്ല. അങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരുണ്ടാവും. ഉണ്ടല്ലേ, നല്ല മഴയാണ് ഇവിടെയൊക്കെ. ഈ മഴയും നനഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് എൻ്റെ ഷൂവൊക്കെ നനഞ്ഞിട്ടുണ്ട്, കൈയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നേരെ പോവാണ് ഗൈസ്. താഴെ ആപ്പിൾ ഫാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അങ്ങോട്ടും കൂടെ പോയിട്ട് പോവാം. ഒന്നുമില്ല, ട്രക്കിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ പോവാം. എവിടെ പോയാലും കാടിനകത്ത് കുറച്ച് കിലോമീറ്റേഴ്സ് പോകും, 3-4 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 6 കിലോമീറ്റർ പോകും. അവിടെ കാണുന്ന മൃഗങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അതൊക്കെ നമ്മുടെ ലക്കൂരിലിരിക്കും. ഈ മ്ലാവ്, മാന്, കാട്ടുപോത്ത്, ആന, അങ്ങനെയുള്ള ജീവനൊക്കെ തന്നെ ആയിരിക്കും എല്ലായിടത്തും ഉള്ളത്. പിന്നെ വരയാടുണ്ടാവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആപ്പിൾ തോട്ടം കാണാൻ പറ്റും നോക്കട്ടെ. കാണാൻ പറ്റി അവിടുത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഞാൻ അവിടെ തിരിക്കുകയാണ്, കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. ആപ്പിൾ തോട്ടം അന്വേഷിച്ച് ഞാൻ വന്നത് നേരെ ആ ഒരു റിസോർട്ടിന് മുമ്പിലാണ്. പക്ഷേ ഇവിടെ ആപ്പിൾ തോട്ടം കാണാനില്ല. താഴേക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ സ്ട്രോബെറി ഇതാ നട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ സ്ട്രോബെറി വളഞ്ഞിരിക്കുന്നുണ്ടോ? ചെറുതൊക്കെ പഴുത്തിട്ടുണ്ട്, ചുവപ്പ് കളറിലൊക്കെ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ക്യാരറ്റൊക്കെ എത്ര റേറ്റ് പറഞ്ഞേ? ചെറുത് അത്ര 20 അല്ലേ? ഇത് എത്ര 50? ഓ, ഇത് 50 അല്ലേ? എത്ര രൂപയാണത്? അത്രയും ഒരു ഇതിനുള്ളല്ലേ? ഇവിടുത്തെ ആപ്പിൾ? ഓ, ഇവിടുത്തെ ആപ്പിൾ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കട്ടെ എടുക്കണോ വേണ്ടെന്നാണ് ആലോചിക്കുന്നത്. കൊണ്ടുപോകാനായിട്ട് ബാഗിൽ സ്ഥലവും ഇല്ല, നനഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യും? ഇത് അവക്കാടോയാ? ഓക്കെ ഓക്കെ, ഇതിന് എത്ര വില പറഞ്ഞാലോ? 250 രൂപ കിലോ അല്ലേ? ഓക്കെ ഓക്കെ, അത് നോർമലാണ്. ഓക്കെ, ബൈ, താങ്ക് യു. നിങ്ങളുടെ പേര്? മഞ്ജു. ഓക്കെ ഓക്കെ.
ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആപ്പിൾ ഫാമിൻ്റെ മുമ്പിലാണ്. ഞാൻ കുറച്ച് നേരം നോക്കിയിട്ട് ആരെയും കണ്ടില്ല, അവിടെ വിളിച്ചിട്ട് ആരെയൊന്നും കണ്ടില്ല. അത് പുള്ളിയിൽ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ വരവ് കുറവാണ്. ഇന്ന് മഴയായതുകൊണ്ടും വിളിച്ചിട്ടൊന്നും ആരെയും കാണുന്നൊന്നുമില്ല. സോ ഞാനെന്തായാലും ഉള്ളിലേക്ക് കയറാതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണതുകൊണ്ട്. പിന്നെ ഇവിടെ അവക്കാടോ ഒക്കെ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ സെയിം വില തന്നെയാണ്, 250 രൂപ കേട്ടോ ഇവിടെ പറയുന്നത്. അത്യാവശ്യം വലിയ നല്ല അവക്കാടോ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കാന്തല്ലൂരിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു സിപ്പ് ലൈനും കൂടെ ഉണ്ട്. സിപ്പ് ലൈൻ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സിപ്പ് ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോകാം. ഓ നല്ല കുളിച്ചായിരിക്കണം. ജസ്റ്റ് അതിനകത്ത് കയറി ജസ്റ്റ് വീഡിയോസ് എടുത്തിട്ട് വരാം. ഇതാണ് സ്പോട്ട് കേട്ടോ. നല്ല മഴയുണ്ട് കേട്ടോ. എவ்வளோ ചാർജ്? 500. ഇവിടെ നിന്ന് എவ்வளோ ദൂരം എടുക്കും? 500 മീറ്റേഴ്സ്. ഓക്കെ. ഫുൾ ഇതല്ലേ? ഫുൾ മിസ്റ്റാണ് കൈസ്. അതായത് ഇപ്പോൾ നല്ല മഴയാണ്, ഫുൾ മഞ്ഞു. ഓക്കെ. അപ്പോൾ ഇന്ന് വന്നത് നല്ല ക്ലൈമറ്റാണ്, പക്ഷെ നല്ല മഴയുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഗോപ്രോയിൽ എടുത്താൽ തന്നെ ഫുള്ള് മഞ്ഞ് മാത്രമേ കാണുള്ളൂ. നമ്മൾ ആകാശത്തോടെ മഞ്ഞിൽ പോകുന്ന ആ ഒരു വിഷയം തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടല്ലേ ഒരാൾക്ക് 500 രൂപയാണ് ചാർജ് അല്ലേ? ഓക്കെ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത്. നല്ല മഞ്ഞാണ്, മൊത്തം ഞാൻ നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒന്നും ട്രൈ ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡിലല്ല ഇപ്പോൾ വന്നേക്കണത് ഗൈസ്. കാന്തല്ലൂരിൽ നിന്നും ഞാനങ്ങനെ തിരിച്ച് യാത്ര തിരിക്കുകയാണ് മറയൂരിലേക്ക്. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ മഴ ആയതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കാരണം വെച്ചാൽ കോടമഞ്ഞൊക്കെ ആയിട്ട് വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ നല്ലതാണ്. പക്ഷെ മഴയും കൂടെ ആകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ മഴയുണ്ട്, മഴ പെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. മഞ്ഞ് മാത്രമല്ല മഴയും കൂടെ ഉണ്ട് കേട്ടോ. മഞ്ഞ് തന്നെയാണ് ഈ മഴയായിട്ട് പെയ്യുന്നത്, പക്ഷേ കാഠിന്യം കൂടുതലാണ്. അപ്പം നമുക്ക് നോർമലി മഴ പെയ്യുന്ന ഫീലായിരിക്കും കിട്ടുന്നത്. ഇതാണ് ഗൈസ് കാന്തല്ലൂർ ടൗണ്. നല്ല കൊടും തണുപ്പും നല്ല മഴയും കൂടെ കൊണ്ട് കുതിർന്നിരിക്കാനാട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഇനി നിർത്തുന്നില്ല. നേരെ ഇനി മറയൂർക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും അടുത്ത കാഴ്ചകൾ എന്ന് പറയുന്നത് മറയൂരിലെ മുനിയറകളും മറയൂരിലെ മറ്റു വിശേഷങ്ങളുമാണ്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.